ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. ആരാണ്? പേര് പറയൂ. ഹിഫ്സ ഫാത്തിമ. ഏത് ദ്വീപിൽ നിന്നാ ഇപ്പൊ വിളിക്കുന്നേ? കൽപ്പേനി. ഓക്കെ, കൽപ്പേനി ദ്വീപുകാരി തന്നെയാണോ? ഹിഫ്സ ഫാത്തിമ ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 6th സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാണ്? SB സ്കൂൾ. അങ്ങനെ വീടിന്റെ അടുത്ത് തന്നെയാണോ സ്കൂള്? കുറച്ച് ദൂരമുണ്ട്. ഇത്രയും വരെ പഠിച്ചതൊക്കെ അവിടെ കൽപ്പേനി തന്നെയാണോ? അല്ല, 2ാം ക്ലാസ് മിനുക്കോയിൽ പഠിച്ചിട്ടുണ്ട്. 2 വരെ പഠിച്ചിട്ടുണ്ട്. 1ഉം 2ഉം മിനുക്കോയിലായിരുന്നു അല്ലേ? എന്നിട്ട് മിനുക്കോയ് ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് മഹൽ ഭാഷയൊക്കെ പഠിച്ചോ? കുറച്ച് പഠിച്ച്. എങ്ങനെ മിനുക്കോയിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആഹാ, ഓക്കെ. ബാപ്പയുടെയും ഉമ്മയുടെയും പേരൊക്കെ ഒന്ന് പറയാമോ? ബാപ്പയുടെ പേര് അബ്ദുൽ കബീർ, ഉമ്മയുടെ പേര് ഹൻസാന. അവരൊക്കെ ഇവിടെ നാട്ടിൽ തന്നെയാണോ? വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്, ബാപ്പയും ഉമ്മയും അല്ലാതെ? ഇളയമ്മയും മൂത്തോനൊക്കെ ഉണ്ട്. പിന്നെ ഹഫ്സയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടോ? ആങ്ങളുണ്ട്, ചെറുതായിട്ട് ആരുമില്ല. ഓക്കെ, മൂത്ത ആങ്ങളെയാണ് അല്ലേ? ആങ്ങളപ്പോ ഏത് ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നേ? +2. അവിടെ നാട്ടിൽ തന്നെയാണോ ആങ്ങള? അപ്പൊ ആങ്ങളയുടെ പേരെന്തെന്നാ? അബ്ദുൽ ഹാദി. കൊള്ളാട്ടോ, പേരൊക്കെ നല്ല പേരാ. ഹിഫ്സക്കുട്ടി, നമ്മുടെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നേരത്തെ കേട്ടിരുന്നോ? അങ്ങനെ സാധാരണ എങ്ങനെ സ്കൂളിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളിതിൽ 10 ചോദ്യങ്ങളാണ് ചോദിക്കുക. അതൊക്കെ അറിയാലോ? ഹിഫ്സന്റെ സംസാരം കേട്ടിട്ട് ഹിഫ്സ നല്ല മിടുക്കിയാണെന്ന് തോന്നുന്നു. അപ്പൊ മിടുക്കിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? ശരി. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? റെഡ് സീ ഉത്തരം ശരിയാണ്. ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത് പ്രധാനമായും ചെങ്കടൽ അല്ലെങ്കിൽ റെഡ് സീ ആണ്. ചെങ്കടലിന് പുറമെ ഈജിപ്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനിർമ്മിതമായ സൂയസ് കനാലും ഈ 2 വൻകരകളെ വേർതിരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കാര്യം കൂടി പഠിക്കാം. ഈ 2 വൻകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. സിനായ് എന്ന് പറയും, സിനായ് ഉപദ്വീപ്. ഈ സിനായ് ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏഷ്യയിലും അതിന്റെ പടിഞ്ഞാറ് ഭാഗം ആഫ്രിക്കയിലുമാണ്. ഒരു മാർക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ വനം ഏതാണ്? അല്ലെങ്കിൽ വേർഡ്സ് ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ്. ആമസോൺ മഴക്കാടുകൾ ഉത്തരം ശരിയാണ്. ഏകദേശം 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വനം തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ആകെ വനവിസ്തൃതിയുടെ വലിയൊരു ഭാഗവും ജീവജാലങ്ങളുടെ വൈവിധ്യവും ഇവിടെയാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ലിവറോ? അസ്ഥിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം വരുന്നത് തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ എന്ന് പറയും. അപ്പോൾ കുഴപ്പമില്ല, ഇതൊക്കെ സാധാരണ നമ്മൾ GK വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്, ഏറ്റവും ചെറിയ അവയവം ഏത്, ഏറ്റവും നീളം കൂടിയത് ഏത്, നീളം കുറഞ്ഞത് ഏത്, ഏറ്റവും ചെറുത് ഏത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ GK പഠിക്കും. അതൊക്കെ ബേസിക് ആണ്. അപ്പോൾ അതൊക്കെ എന്തായാലും പഠിക്കാം കേട്ടോ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ തുടയെല്ലാണ്. ശാസ്ത്രീയമായി ഇത് ഫീമർ എന്നറിയപ്പെടുന്നു. ഇടുപ്പ് മുതൽ നമ്മുടെ കാൽമുട്ട് വരെ നീളുന്ന ഈ അസ്ഥി തന്നെയാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയും. അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്. വിഷമിക്കേണ്ട, ബാക്കി 7 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. 2 എണ്ണം ശരിയായിട്ടുണ്ട്. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? അശോകനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അശോകനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. അശോകൻ ഏത് മതമാണ് സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്? ആലോചിച്ചിട്ട് ഉത്തരം പറയാം. പറഞ്ഞോ. ബുദ്ധമതം. വെരി ഗുഡ്. ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടിയല്ലോ. അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെന്നാ പഠിച്ചേ? ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ട്. അത് അങ്ങനെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. ലൈബ്രറിയിൽ പോയപ്പോ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കിട്ടിയ അറിവാണല്ലേ? അപ്പോൾ ലൈബ്രറി പീരീഡ് ഒക്കെ എന്നും ഉണ്ടാവാറുണ്ടോ? അല്ല, പബ്ലിക് ലൈബ്രറിയിൽ പോകും. സ്കൂൾ ലൈബ്രറിയിലൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ പോകും. പബ്ലിക് ലൈബ്രറി പോയിട്ട് പുസ്തകം എടുക്കാറുണ്ടോ? ഉമ്മ എടുക്കും. അങ്ങനെ മോളും കൂടി വായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അറിവ് പല രീതിയിലും കിട്ടും. നമ്മൾ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കാതെ പുറത്തു നിന്നുള്ള അറിവുകളും കൂടി നമ്മൾ സ്വായത്തമാക്കിക്കൊണ്ടേയിരിക്കണം. ശരി. 4ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാണ്. മൗര്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ അശോകൻ ബുദ്ധമതം സ്വീകരിക്കുകയും അത് ഇന്ത്യയിലും വിദേശങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളാണല്ലേ? അതെ. ഈ അശോകനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധമുണ്ടല്ലോ, അദ്ദേഹത്തിന് കൂടുതലും
കുറ്റബോധം തോന്നിയൊരു യുദ്ധം, അത് ഹിഫ്സക്ക് പറയാൻ പറ്റുമോ? അറിയില്ല. കലിംഗ യുദ്ധം എന്ന് പറയും. ശരി. കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല ആ, ഞാൻ. അത് കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും 6ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. ആ അതൊക്കെ ഇനി സോഷ്യലിൽ പഠിക്കൂട്ടോ. ശരി. ഈ കലിംഗ യുദ്ധത്തിലുണ്ടായ വൻ നാശനഷ്ടങ്ങളും മരണങ്ങളും അദ്ദേഹത്തിൽ വലിയ പശ്ചാത്താപം ഉണ്ടാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വലിയ കുറ്റബോധം ഉണ്ടാക്കി. ഇതിനെ തുടർന്നാണ് അക്രമവും യുദ്ധവും ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമത തത്വങ്ങളായ അഹിംസ, ദയ, സമാധാനം എന്നിവ ജീവിതത്തിൽ സ്വീകരിക്കുകയും സാമ്രാജ്യത്തിൻ്റെ നയമായി മാറ്റുകയും ചെയ്തത്. ഓക്കെ. അടുത്ത 5ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ജൂലൈ 18 ഏത് അന്താരാഷ്ട്ര ദിനമായാണ് ആചരിക്കുന്നത്? ഇതിനൊരു ക്ലൂ തരട്ടെ. ആ നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. നെൽസൺ മണ്ടേലയിലെ. ആ ശരിയാണ് ഉത്തരം. നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആണ് ജൂലൈ 18. കിട്ടി അല്ലേ? ആ ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമാണ് ഈ ദിവസമായി UN തിരഞ്ഞെടുത്തത്. ഓക്കെ. മനുഷ്യാവകാശ സംരക്ഷണം, സമാധാനം, സാമൂഹിക നീതി എന്നിവയ്ക്കായി അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് 2009 UN ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിൽ ഹിഫ്സക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് അറിയോ? ഇല്ല. ഒരെണ്ണേ തെറ്റിപ്പോയിട്ടുള്ളൂ. 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇനിയും നമുക്ക് 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല. 5ൽ എന്തായാലും ഒരെണ്ണം കിട്ടുമല്ലോ അല്ലേ? ഒന്നല്ല, ഒന്നിൽ കൂടുതൽ കിട്ടും. 5ഉം കിട്ടട്ടെ. ഓക്കെ. 6ാമത്തെ ചോദ്യം നമ്മളെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാവാം. ഓക്കെ. ലക്ഷദ്വീപുകളിലെ പരമ്പരാഗത നാടൻ നൃത്തങ്ങൾ ഏതൊക്കെയാണ്? ഒപ്പന, കോൽക്കളി, പിന്നെ എന്താ? പരിചക്കളി. ഉത്തരം ശരി. അപ്പോൾ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. ഇതൊക്കെയാണ് ലക്ഷദ്വീപുകളിലെ പരമ്പരാഗത നാടൻ നൃത്തങ്ങൾ അല്ലേ? അതെ. അതിൽ മെയിനായിട്ട് എടുത്ത് പറയുന്നത് കോൽക്കളിയും പരിചക്കളിയുമാണ് കേട്ടോ. ഓക്കെ. ഓക്കെ. അടുത്ത 7th ക്വസ്റ്റ്യൻ. ഏത് സ്വാതന്ത്ര്യ സമര നേതാക്കളെയാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത്? അതിൽ തന്നെ അവരുടെ പേരുണ്ട്. ലാൽ ബഹാദൂർ ശാസ്ത്രി. അല്ലല്ല, ഈ ലാൽ ബാൽ പാൽ എന്ന് പറയുന്നത് ഒരു 3 പേര് കൂടിയുള്ള ഒരു ഐക്യത്തെയാണ്. ലാൽ ബാൽ പാൽ ഇങ്ങനെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കളുണ്ട് നമുക്ക്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. മിതവാദികൾ ഉണ്ടായിരുന്നു, തീവ്രവാദികൾ ഉണ്ടായിരുന്നു. അതിൽ ഈ എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദ വിഭാഗത്തിൽ വരുന്നവരായിരുന്നു ഇവർ 3 പേരും. എനിക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി അങ്ങനെ എന്താണോ? അല്ല, ഉത്തരം തെറ്റ്. ഇനി ഉത്തരം പറയട്ടെ. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. കിട്ടിയോ? ഓക്കെ. അതാണ് ലാൽ ബാൽ പാൽ. ഓക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാക്കളായിരുന്ന ഇവർ സ്വദേശി പ്രസ്ഥാനത്തിനും വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണത്തിനും നേതൃത്വം നൽകിയവരാണ്. സ്വരാജ് എന്ന ആശയത്തിനു വേണ്ടി ശക്തമായി വാദിച്ചവരുമാണ് ഇവർ. ഓക്കെ. 3ാം ക്ലാസ് മുതൽ മോള് കൽപ്പീനിയിലാണല്ലേ പഠിക്കുന്നത്? അതെ. അപ്പോൾ കൽപ്പീനിയും മിനുക്കോയും തമ്മിൽ പഠനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളതായിട്ട് ഹിഫ്സയ്ക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. എന്തൊക്കെയാ പറയൂ. കൽപ്പേനി നന്നായിട്ട് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. മിനക്കാത്തിൽ അത്ര ഒന്നും സീരിയസ് അല്ല, അത്ര ഒന്നും സ്ട്രിക്റ്റ് അല്ല. അതാണ് ഡിഫറൻസ് ആയിട്ട് തോന്നിയത് അല്ലേ? അതെ. അപ്പോൾ കൽപ്പീനിയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഹിഫ്സ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയതായിട്ട് ഹിഫ്സയ്ക്ക് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായും. ഓക്കെ. അപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. ഹിഫ്സയ്ക്ക് ഫേവറേറ്റ് ടീച്ചർ ആരാ സ്കൂളിൽ? എല്ലാരും ഇഷ്ടം, അങ്ങനെ ആരുമില്ല. അപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണാവോ? ഹിന്ദി. ഹിന്ദി ഭയങ്കര ഇഷ്ടമാണോ? ഹിന്ദി എങ്ങനെ എളുപ്പമാണോ പഠിക്കാൻ? ആഹാ. ഫുൾ മാർക്കൊക്കെ എടുക്കാറുണ്ടോ ഹിന്ദിക്ക്? പിന്നെ ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം? പിന്നെ മലയാളം. ഇനിയിപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ഏതാ? അങ്ങനെയൊന്നുമില്ല, എല്ലാം എളുപ്പമാണ്. മാഷാ അല്ലാ. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണല്ലേ? അല്ലേ? മോശമൊന്നുമില്ലല്ലോ, നല്ല കുട്ടിയല്ലേ, നല്ല സ്മാർട്ട് അല്ലേ? ഹിഫ്സനെ കൂടുതലും പഠിത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആരാ? ഉമ്മയാണോ ബാപ്പയാണോ? ഉമ്മ പണ്ട് മുതലേ അങ്ങനെയാണോ? കൂടെ ഉണ്ടാവാറുണ്ടോ? പിന്നെ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഉപന്യാസ മത്സരം വരാറുണ്ട്, പിന്നെ ക്യൂസ് കോമ്പറ്റീഷൻ വരാറുണ്ട്, അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയാ പ്രസംഗ മത്സരം വരും. ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ വരുമ്പോൾ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? അതിലൊക്കെ പങ്കെടുക്കാനായിട്ടും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതൊക്കെ ആരാ?
ഉമ്മയാണ്? അതെ. ഓക്കെ, അപ്പോൾ ഉമ്മയാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അല്ലേ ഹിഫ്സക്ക്? അതെ. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ? ആ 8ാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് ആൻസർ പറയാട്ടോ. ആ ഏറ്റവും വ്യക്തമായി കാണാവുന്ന വളയങ്ങളുള്ള ഗ്രഹം ഏതാണ്? കുറേ പ്ലാനറ്റ്സിന് റിങ്സ് ഉണ്ട്, ചുറ്റിലും വളയങ്ങളുണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഈ റിങ്സ് ഉള്ള പ്ലാനറ്റ് ഏതാണ്? സാറ്റേൺ. സാറ്റേൺ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. താങ്ക് യു. പിന്നെ ഏതിനൊക്കെയാണ് റിങ്സ് ഉള്ളത്? പിന്നെ ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ. അത്രേ ഉള്ളൂ. അതായത് നമ്മൾ മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, അവിടെ വരെ 4 ഗ്രഹങ്ങളില്ലേ? പിന്നെ വരുന്ന ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ 4 ഗ്രഹങ്ങൾക്കും വളയങ്ങളുണ്ട്, റിങ്സ് ഉണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റിങ്സ് എന്ന് പറയുന്നത് ഈ സാറ്റേണിൻ്റെ റിങ്സ് ആണ്. 9ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബി.ആർ. അംബേദ്കർ. ഉത്തരം ശരിയാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെയാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. കരട് നിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. ഈ നിലയിൽ അംബേദ്കർ വഹിച്ച ചരിത്രപരമായ പങ്കുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ? ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഓഷ്യൻ? ഓഷ്യൻസ് ഏതൊക്കെയാന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പസഫിക് ഓഷ്യൻ, പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് സമുദ്രം. ഉത്തരം ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രമാണ്. ഭൂമിയിലെ ഏറ്റവും ആഴം കുറഞ്ഞ സമുദ്രം കൂടിയാണ്. 10 ചോദ്യങ്ങളും അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എത്ര മാർക്ക് ഉണ്ട് നമുക്ക് നോക്കിയാലോ ഒന്ന്. 2 ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് തെറ്റിപ്പോയത്. 8 ചോദ്യങ്ങൾക്കുള്ള ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഇഫ്സ. ഇഫ്സയ്ക്ക് സന്തോഷമായോ? തീർച്ചയായും. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ? ചെറുതായിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു? മാർക്ക് കിട്ടാതിരിക്കുമോ എന്നുള്ള പേടിയാണോ? അല്ല, ഇന്ന് LSG അങ്ങനെ കളിച്ച് ഭയങ്കര ടയർഡായിരുന്നു, അതുകൊണ്ട് പഠിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് കുറച്ച് പഠിച്ചു കിട്ടേ ഉണ്ടായിരുന്നു. ഓക്കെ, LSG തുടങ്ങിയോ അവിടെ? പ്രാക്ടീസ് തുടങ്ങി. ഓക്കെ, ഈ പ്രാവശ്യം ഇപ്പൊ എവിടെയാ LSG നടക്കുന്നത്? കൽപ്പേനിയിലാണോ? അപ്പൊ നിങ്ങളുടെ നാട്ടിലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടാവോ? ഇൻഷാ അല്ലാഹ് ചിലപ്പോ നടക്കും. കൂടുതലും എന്തായാലും കാണികളൊക്കെ ഉണ്ടാവുക അവിടെ കൽപ്പീനിക്കാരായിരിക്കുമല്ലോ അല്ലേ? അതെ. അപ്പൊ ആ ഒരു പ്രോത്സാഹനം കിട്ടുമ്പോൾ കൂടുതലും ജയിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇഫ്സ ഏതൊക്കെ ഐറ്റംസിനാണുള്ളത്? 600 മീറ്ററിനും ലോങ് ജമ്പിനും. എങ്ങനെ, നന്നായിട്ട് ഓടോ? തീർച്ചയായും. എന്തായാലും ഫസ്റ്റ് തന്നെ അടിക്കട്ടെ. ഓക്കെ, നമ്മുടെ കൽപ്പീനി ദ്വീപല്ല, നമ്മുടെ ലക്ഷദ്വീപിൽ അറിയപ്പെടുന്ന ഓട്ടക്കാരിയായിട്ട് മാറട്ടെ ഇൻഷാ അല്ലാഹ്. അവസാനം നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്ന് PT ഉഷനെ അറിയപ്പെടുന്ന പോലെ തന്നെ ഇഫ്സനെയും കൂടി അറിയപ്പെടട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ അതിന്റെ ഒരു ടയർഡ്നെസ്സിലേക്ക് ഇരിക്കുമ്പോഴാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ? അതെ. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയാണ്. ഈ സമയത്തും കൂടി നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. താങ്ക് യു. വെൽക്കം. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടോ? തീർച്ചയായും. എന്റെ വീട്ടിൽ എനിക്ക് ചെറുതായിട്ട് ഇളയമ്മയുടെ മോനുണ്ട്, മാമന്റെ മോളുണ്ട്. എത്ര വയസ്സായിട്ടുണ്ട്? മാമന്റെ മോളിന് 4 മാസം. നൗറ ഹാഷിം എന്നാണ് പേര്. ഇളയമ്മയുടെ മോന്റെ പേര് 2.5 വയസ്സാണ്. ഈ 2.5 വയസ്സുള്ള ആള് ഇപ്പൊ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്നെ പെങ്ങളൊക്കെ വിളിക്കും. പെങ്ങളെന്ന് കറക്റ്റ് ആയിട്ട് വിളിക്കാറുണ്ടോ? ഓക്കെ, ഇഫ്സക്ക് എങ്ങനെയാ പെങ്ങളെന്ന് വിളിക്കുന്ന കേൾക്കാൻ ഇഷ്ടമാണോ? വേറെ ഇഫ്സക്ക് ഇപ്പോ അനിയത്തിമാരോ അനിയന്മാരോ ആരോ ഒന്നും ഇല്ലല്ലോ, ഏട്ടനല്ലേ ഉള്ളൂ? അപ്പൊ ആദ്യമായിട്ട് ഒരു ഇത്താത്തയാവാണല്ലേ? അങ്ങനെ ചേച്ചിയായിട്ട് അതിന്റെ അധികാരത്തിലൊക്കെ അവരോട് സംസാരിക്കാറുണ്ടോ? ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, ഓക്കെ. പിന്നെ ഹിഫ്സ് നമ്മുടെ നേരത്തെ ഏതെങ്കിലും ആകാശവാണിയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ? പാട്ടിന് പരിപാടി എടുത്തിട്ടുണ്ടായിരുന്നു. പാട്ട് പരിപാടിയിൽ, അതായത് ഇമ്മണി പല്യ ലോകത്തിലായിരിക്കും? അതെ. എപ്പോഴാണ് പങ്കെടുത്തത്? കുറെ ആയോ? മിനിക്കോയിലുള്ളത്. 1, 2 പഠിക്കുന്ന സമയത്താണോ? മിനക്കായത്തൊന്നും പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ അപ്പൊ നമ്മുടെ ആകാശവാണിയിൽ ഇതിനു മുമ്പ് പങ്കെടുത്ത ആളാണല്ലേ? അതെ. ഫോണിനായിരിക്കുമല്ലോ ചെയ്തത്?
അതെ. ഇപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കവരത്തിൽ വന്നാൽ ഒന്ന് അറിയിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ, തീർച്ചയായും. കവരത്തിൽ വരുമ്പോൾ അറിയിക്കുക. നമുക്കിപ്പോൾ ഒരു സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആവാം, നേരിട്ട് കണ്ട് സംസാരിക്കാമല്ലോ. ഓക്കെ. അപ്പോഴത്തേക്ക് നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ സാധിക്കട്ടെ. എന്തായാലും LSGയിൽ എല്ലാവരും അറിയപ്പെടുന്ന, ലക്ഷദ്വീപിൽ അറിയപ്പെടുന്ന നല്ലൊരു ഓട്ടക്കാരിയായിട്ട് മാറി ഫസ്റ്റ് തന്നെ വാങ്ങാൻ സാധിക്കട്ടെ. ഇൻഷാ അല്ലാ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓക്കെ, താങ്ക് യു ഹിഫ്സ. വെൽക്കം. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപ്പുര.